ഹായ്, കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ. മലയാള ഭാഷാ പാഠശാലയുടെ ചന്തുമേനോൻ നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അല്ലോ ഹലൻ എന്ന നോവലിന് അംബിക സുധൻ മാങ്ങാടനും കതിവനൂർ വീരൻ ദേവുവും കനലാടിയും എന്ന നോവലിന് മുരളി മോഹനനും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവ് നടന്നത് എവിടെ വെച്ചാണ്? അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആരാണ്? അത് ജസ്റ്റിസ് അരുൺ പള്ളിയാണ്. കർണാടകയിൽ OBC സംവരണം എത്രയായി ഉയർത്താനാണ് പിന്നോക്ക ക്ഷേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച ജാതി സെൻസസ് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്? നിലവിലത് 32% 51% ഉയർത്താനാണ് ഈ റിപ്പോർട്ട് നിർദ്ദേശിച്ചത്. പഠിച്ച കാര്യം ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കിയാലോ. മലയാള ഭാഷാ പാഠശാലയുടെ ചന്തുമേനോൻ നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബിക സുധൻ മാങ്ങാടിനൊപ്പം ഒരാൾ കൂടി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, നോക്കി വെച്ചോളൂ. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് അരുൺ പള്ളിയാണ്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവിന് വേദിയായത് എവിടെയാണ്? ഇത് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. കർണാടകയിൽ OBC സംവരണം എത്രയായി ഉയർത്താനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത്? അത് 51%. നിലവിൽ എത്രയാണെന്ന് കൂടി ഓർത്തു വെച്ചോളൂ. താങ്ക്